സാഹചര്യം. എന്തായാലും തിരുവനന്തപുരം കൂടി BJP വിജയമുറപ്പിക്കുകയാണ്. ദേശീയ നേതൃത്വത്തിന്റെ അഭിനന്ദനം പ്രകാശ് ജാവ്ദേക്കർ കൈമാറുകയാണ്. രണ്ട് നേതാക്കൾക്കും അഭിനന്ദനം എന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ തിരുവനന്തപുരം സസ്പെൻസ് അവസാനിപ്പിച്ചോ എന്ന സംശയമുണ്ട്. 23,288 ഭൂരിപക്ഷം ഉയർന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് ഇനിയും അവിടെ കൗണ്ടിംഗ് കടന്നു വരാനുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് കേരളത്തിലെ BJP ക്യാമ്പ്. പക്ഷേ ദേശീയ തലത്തിൽ ഇന്ന് അത്ര സന്തോഷമുള്ള ദിവസമല്ല. BJPക്ക് എന്ന മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. എന്തായാലും BJP തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു തരംഗമായി അത് മാറി എന്നതാണ് ചിത്രം. കാരണം 48,304 ആ ഭൂരിപക്ഷം മാറുന്നു. 50,000 തൊട്ടടുത്ത് നിൽക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. കേരളത്തിൽ ഒരു അഭൂതപൂർവമായ ഒരു മാറ്റമായി അത് മാറുകയാണ്. ഒരുപക്ഷെ BJP ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായി സുരേഷ് ഗോപിയുടെ തൃശ്ശൂരെ വിജയം മാറുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. ഒരു പവർ ബ്രേക്കിലേക്ക് വളരെ പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് ബ്രേക്ക് പ്രേക്ഷകർ തുടരുക. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ലഭിക്കാറുള്ളൂ. ആ സമയത്ത് പോലും ഇവിടെ വാർത്താ ഡെസ്ക് പൂർണ്ണ സജ്ജമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഇൻപുട്ട് ഡെസ്കിലേക്ക് എത്തുന്ന ഡേറ്റകൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് ഔട്ട്പുട്ടായി എത്തുന്നു. അതായത് ടെലിവിഷൻ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് ടെലിവിഷനിൽ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ശശി തരൂർ മുന്നിൽ എങ്കിൽ ശശി തരൂർ മുന്നിൽ, അത് എത്ര വോട്ടിന്, തൊട്ടു പിന്നിൽ ആരാണ്, പന്ത്യൻ രവീന്ദ്രൻ ആണോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ആണോ, ഇത്തരം ഡേറ്റകൾ ആ നിമിഷം തന്നെ ഗ്രാഫിക്സ് റെപ്രസെന്റേഷനോടുകൂടി ഏറ്റവും ആധികാരികമായി ഏറ്റവും സ്ക്രീനിലേക്ക്, അതായത് ടെലിവിഷൻ സ്ക്രീനിലേക്ക് ഒരു പ്രേക്ഷകന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡേറ്റകൾ കൺഫ്യൂഷൻ ഇല്ലാത്ത തരത്തിൽ എത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന തരത്തിൽ ആണ് നമ്മുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ഗ്രാഫിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുൾപ്പെടെ ഏറ്റവും പെട്ടെന്ന് പമ്പ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡെസ്ക് പ്രവർത്തന സജ്ജമാണ്. ദിവസങ്ങളായി ഇവർ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മഞ്ജുഷ, നമുക്ക് ടെലിവിഷൻ ചാനൽ മാത്രമല്ല ഉള്ളത്, നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ അടക്കം. ഇപ്പോൾ നമുക്കറിയാം ഇത് വർക്കിംഗ് ഡേയിൽ ആണ് ഇങ്ങനെ ഒരു വോട്ടെണ്ണൽ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ടെലിവിഷൻ 50,000 പിന്നിട്ടു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്നുള്ളതാണ്. ലീഡ് നില 50,000 ആക്കി സുരേഷ് ഗോപി ഉയർത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി $50,857 അഭിലാഷ് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ഇതുവരെയുള്ള ലീഡ് നില. ചരിത്രമാണ്, ചരിത്രം സൃഷ്ടിക്കുന്നു. രഞ്ജിത്ത്, വോട്ടെണ്ണൽ ആരംഭിച്ച് 4 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ രാഷ്ട്രീയ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ കൃത്യമായ ദിശാസൂചികയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP കേരളത്തിൽ ഇതാ താമര വിരിയിക്കുന്നു, അതും തൃശ്ശൂരിലൂടെ. സുരേഷ് ഗോപിയുടെ ആ പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, ഈ മണിക്കൂറുകളിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. തൃശ്ശൂർ എടുത്തിരിക്കും, എടുത്താൽ ഇവിടെ ഇരിക്കുമെന്ന് അദ്ദേഹം വലം കൈ എടുത്തുകൊണ്ട് വലത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞ ആ ഡയലോഗ് തന്നെയാണ്. അത് മാത്രമല്ല രഞ്ജിത്ത്, എന്തായാലും കേരളത്തിലെ BJP പ്രവർത്തകരോട് സുരേഷ് ഗോപി വിളിച്ചു പറയുന്നുണ്ട്, അടിച്ചു കേറി വാ മക്കളെ എന്ന്. അവിടെ ചരിത്രമാണ് തൃശ്ശൂരിൽ സംഭവിക്കുന്ന ചരിത്രമാണ്. കാരണം 5 വർഷം അവിടെ പ്രവർത്തിച്ച ഒരു സ്ഥാനാർത്ഥി BJPക്ക് താമര വിരിയിക്കാനായി അമിത്ഷായുടെയും മോദിയുടെയും പ്രിയങ്കരൻ ജയിച്ചാൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും കേന്ദ്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനവും നൽകുന്ന തന്റെ സിനിമാ ജീവിതം പോലും മാറ്റിവെച്ച് BJPക്ക് വേണ്ടി പ്രവർത്തിച്ച് തൃശ്ശൂരിൽ മത്സരിച്ച ഒരാൾ അവിടുത്തെ പ്രതികൂലമായ നിരവധി സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജയിച്ചു വരിക എന്ന് പറയുന്നത് ചരിത്രമാണ്. BJPക്ക് കേരളത്തിൽ വേരൂന്നാനുള്ള ഒരു അടിത്തറ സൃഷ്ടിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. പക്ഷേ രഞ്ജിത്ത്, അവിടെ സുരേഷ് ഗോപിക്കൊപ്പം ഇനി രാജീവ് ചന്ദ്രശേഖരനും ഉണ്ടാകുമോ എന്നതിലാണ് വ്യക്തത വരേണ്ടത്. പലപ്പോഴും കൊതിപ്പിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. ഒ രാജഗോപാൽ വിജയത്തിനടുത്തെത്തിയപ്പോൾ പോലും അവസാന റൗണ്ട് വോട്ടെണ്ണുമ്പോൾ ആയിരുന്നു തിരുവനന്തപുരം പലപ്പോഴും BJPക്ക് നഷ്ടപ്പെടാറ്. അത് ആവർത്തിക്കുമോ രഞ്ജിത്ത്? അത്തരത്തിലുള്ള ഒരു ലീഡാണോ ഇപ്പോഴുള്ളത്? അഭിലാഷ്, അങ്ങനെയല്ല. ഇത് നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ സാധാരണ ആദ്യം ഒരു 50% വോട്ട് നേടുമ്പോൾ വോട്ട് എണ്ണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലീഡുണ്ട് BJPക്ക്. രാജേട്ടന്റെ ഒക്കെ സമയത്തുള്ള 2014
ഇത്തവണ അങ്ങനെയല്ല. അവസാന റൗണ്ടുകൾ എത്തുമ്പോഴേക്കും ക്രമാനുഗതമായി ലീഡ് വർദ്ധിപ്പിക്കുകയാണ് രാജ്യത്ത് ചന്ദ്രശേഖർ. BJP ഇതുവരെ കടന്നു ചെല്ലാത്ത പല കേന്ദ്രങ്ങളിലും അദ്ദേഹം കടന്നു ചെല്ലുന്നു. തീരദേശ മേഖലകളിൽ വോട്ട് നേടുന്നു. പാറശാലയിൽ, നെയ്യാറ്റിൻകരയിൽ, കോവളത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വോട്ടെണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് 25,000-ലേക്ക് ചന്ദ്രശേഖർ ഭൂരിപക്ഷം അപ്പോഴും ഇതാ നമ്മുടെ സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത ഒരു കണക്കാണ് പ്രകടമാകുന്നത്. UDF 16, BJPയും LDFും 2-2 എന്ന നിലയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കേരളത്തിൽ ഇതുവരെയില്ലാത്ത ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോഴും ഉറപ്പിച്ചു പറയേണ്ടതുണ്ടല്ലോ രഞ്ജിത്ത്, ഇത്തവണയും കേരളം ഇടതുപക്ഷത്തെ അല്ല മറിച്ച് വലതുപക്ഷത്തെ തന്നെയാണ് നെഞ്ചോട് ചേർക്കുന്നത് എന്ന് കഴിഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഇവിടെ UDF തരംഗം ആഞ്ഞടിക്കുകയാണ്. LDF അമ്പേ നിലംപരിശാകുന്ന പശ്ചാത്തലം, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്നുള്ള പ്രതികരണങ്ങൾ പോലും അത്തരത്തിൽ ഒരു പക്ഷേ വന്നേക്കാം. 1,36,000, ആറ്റിങ്ങലിൽ, എറണാകുളത്ത് 1,41,000, ചാലക്കുടിയിൽ 20,000, വടകരയിൽ 28,000, കണ്ണൂരിൽ 40,000, കാസർഗോഡ് 15,000, കൊല്ലത്ത് 10,000, പത്തനംതിട്ടയിൽ അടക്കം 16,000, പാലക്കാട് 43,000, പൊന്നാനിയിൽ 1,26,000, മലപ്പുറത്ത് 1,60,000, 1,50,000 കടന്നു വയനാട്. അങ്ങനെ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ